Praise be to Jesus Christ and Blessed Virgin Mary. വെൽക്കം ബാക്ക് ടു കാത്തലിക് വെക്കബി. ദ ഡോഗ്മ ഓഫ് പെർഗറ്ററി എന്ന പുസ്തകത്തിൽ ഫാദർ ഷൂപ്പേ കളക്ട് ചെയ്തിട്ടുള്ള ശുദ്ധീകരണ സ്ഥലത്തിലെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട 6ാമത്തെ എപ്പിസോഡാണിത്. ആസ് യൂഷ്വൽ ലെറ്റ് us begin with a prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum, de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. ആമേൻ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 3 അനുഭവങ്ങളെ പറ്റിയിട്ടാണ്. പ്രധാനമായിട്ടും ശുദ്ധീകരണ സ്ഥലത്തിലെ ടൈമിനെ പറ്റിയിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് നമ്മുടെ ഇവിടെയുള്ള 1 മണിക്കൂറല്ല, അവരുടെ മരിച്ച ശേഷമുള്ള 1 മണിക്കൂർ. നമുക്ക് മനുഷ്യർക്കാണ് ഈ ഭൂമിയിൽ ടൈമുള്ളത്. ഞാനിത് ഇതിന് മുൻപ് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ മരണശേഷം സമയമില്ലാത്തതിനാൽ അവരെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്ന് 3 അനുഭവങ്ങളിലൂടെ ഫാദർ ഷൂപ്പേ പറയുകയാണ്. ആദ്യത്തെ സംഭവം 1285 വിശുദ്ധ അന്റോണിയോസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളൊരു സംഭവമാണ്. ഇതെടുത്തിരിക്കുന്നത് ഫ്രാൻസിസ്കൻ സഭയിലെ അവർ കളക്ട് ചെയ്തിട്ടുള്ള ഹിസ്റ്ററിയിൽ നിന്നാണ് ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊന്നുമല്ല, വളരെ ഭക്തനായ ഒരു വ്യക്തി ഇങ്ങനെ പീഡ സഹിച്ച് ഭൂമിയിൽ ജീവിക്കുകയാണ്. ഒരു രോഗത്താൽ അദ്ദേഹം ഇങ്ങനെ കിടപ്പിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇങ്ങനെ ഇദ്ദേഹം വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടപ്പിലായിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് മടുത്തു, എനിക്ക് ഇവിടുന്ന് സഹിച്ച് മടുത്തു, ദയവ് ചെയ്ത് എന്നെ ഒന്ന് കൊണ്ടുപോകണം. നമ്മൾ പലരും പറയാറില്ലേ, സഹിച്ച് മടുത്ത് കഴിയുമ്പോൾ എത്രയും വേഗം ഒന്ന് മരിച്ചാൽ മതി എന്ന് പറയണത് പോലെ ഈ വ്യക്തി ദൈവത്തോട് പറയുകയാണ്, എനിക്ക് മടുത്തു, എനിക്ക് എത്രയും വേഗം മരിക്കണമെന്ന്. ദൈവം പ്രാർത്ഥന കേട്ടു. ദൈവം ഇദ്ദേഹത്തിൻ്റെ കാവൽമാലാഖയോട് പറഞ്ഞു അദ്ദേഹത്തിന് 2 ഓപ്ഷൻ കൊടുക്കാൻ. ആ ഓപ്ഷൻ ഇപ്രകാരമായിരുന്നു. കാവൽമാലാഖ പോയി അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവം നിൻ്റെ മുൻപിൽ 2 ഓപ്ഷൻ വെക്കുകയാണ്. ഒന്നാമത്തെ ഓപ്ഷൻ, നിനക്ക് 3 ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് സഹിക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ, നിൻ്റെ ഇതേ അവസ്ഥയിൽ നിനക്ക് ഭൂമിയിൽ 1 വർഷം സഹിക്കാം. ആ സഹനത്തോടു കൂടെ നിനക്ക് മരിക്കാം. അപ്പോൾ ഈ മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല, ഇദ്ദേഹത്തിൻ്റെ ദൈവം ഈ സഹനം കൊടുത്തിരിക്കുന്നത് ഈ ഭൂമിയിൽ വെച്ച് ശുദ്ധി ചെയ്ത് സ്വർഗത്തിലോട്ട് കൊണ്ടുപോകുവാനാണ് എന്ന്. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇദ്ദേഹം ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഇത്രയും വർഷം ഞാൻ സഹിച്ചു, ഇനി 1 വർഷം കൂടെ എന്തിനു സഹിക്കണം? അപ്പോൾ 1 വർഷമാണോ വലുത്, 3 ദിവസമാണോ വലുത്? 1 വർഷമാണോ വലുത്? അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് 3 ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നാൽ മതിയെന്ന്. അങ്ങനെ മാലാഖ ഇദ്ദേഹത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് പോവുകയാണ്. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ നോക്കുവാൻ വേണ്ടിയിട്ട് കാവൽ മാലാഖ ഇദ്ദേഹം ശുദ്ധി ചെയ്യപ്പെടുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആ സ്ഥലത്ത് പോയിട്ട് നോക്കുകയാണ്. പോയ ഉടനെ ഇദ്ദേഹം കംപ്ലൈൻറ്റ് പറയുകയാണ്, നീ വളരെ പെട്ടെന്ന് വരാം, 3 ദിവസം കൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് എത്ര വർഷമായി എന്ന്. മാലാഖ ചോദിച്ചു, എത്ര വർഷം? ഇദ്ദേഹം പറഞ്ഞു, കുറേ വർഷമായി, നീ 3 ദിവസം കൊണ്ട് വരാമെന്ന് പറഞ്ഞു പോയതല്ലേ എന്ന്. മാലാഖ പറഞ്ഞു, അറിയുക, നീ മനസ്സിലാക്കുക, നിൻ്റെ വേദന കൊണ്ട് നിനക്ക് തോന്നുന്നതാണ് ഇവിടെ വർഷങ്ങൾ കടന്നുപോയെന്ന്. നീ മരിച്ചിട്ട് 1 മണിക്കൂറേ ആവുന്നുള്ളൂ എന്ന്. 1 മണിക്കൂർ ഈ ആത്മാവിന് അനുഭവപ്പെടുന്നത് വർഷങ്ങളായിട്ടാണ്. അങ്ങനെ ഇദ്ദേഹം പറയുകയാണ്, അലാസ്, ഞാൻ എന്തൊരു അന്ധനായിരുന്നു. ഈ ചോയ്സ് സെലക്ട് ചെയ്യുന്നതിൽ ഞാൻ കൃത്യമായിട്ട് വിവേചിച്ച് ഞാൻ സെലക്ട് ചെയ്തില്ല. എൻ്റെ പ്രിയപ്പെട്ട കാവൽമാലാഖയെ, ദൈവത്തോട് പ്രാർത്ഥിക്കാമോ തിരിച്ച് എനിക്ക് ഭൂമിയിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട്? ആ ഭൂമിയിൽ പോയി ഞാൻ ഭൂമിയിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ രോഗം, ആ സഹനം ഞാൻ 1 വർഷം എന്നല്ല, എത്ര വർഷം വേണമെങ്കിലും ഞാൻ സഹിക്കാൻ തയ്യാറാണ്. ഇവിടെ 1 മണിക്കൂർ എനിക്ക് സഹിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് ഈ ആത്മാവ് പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഇതുകൊണ്ടാണ് ആണ്ടിന് മാത്രം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദിവ്യബലി അർപ്പിക്കുന്നത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹങ്ങളിൽ ഒന്നാണ് എന്ന് വിശുദ്ധ ജോൺ മരിയ വിയാനി പറയണത്. കാരണം നമ്മളെ സംബന്ധിച്ചാണ് അത് 1 വർഷം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് 1 വർഷമാണെങ്കിൽ അവരെ സംബന്ധിച്ചത് എത്ര നൂറ്റാണ്ടുകൾ അവർക്ക് അനുഭവപ്പെടും എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. മറ്റൊരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്ന ഫാദർ റോസിഗ്നോളി എന്ന് പറയുന്നൊരു വൈദികനാണ്.
ഇദ്ദേഹം പറയുന്നൊരു കാര്യപ്രകാരമാണ്, രണ്ട് സന്യസ്തരായിട്ടുള്ള വൈദികർ, വളരെ വിശുദ്ധി ജീവിച്ചിരുന്ന വൈദികരാണ്. അതിൽ ഒരു സന്യസ്ത വൈദികന് അസുഖം പിടിപെട്ടു. ആ അസുഖം പിടിപെട്ട സമയത്ത് ഇദ്ദേഹത്തിന് ഒരു വിഷൻ ലഭിക്കുകയാണ്, ഉടനെ ഇദ്ദേഹം മരിക്കും എന്ന്. ഉടനെ ഇദ്ദേഹം മരിക്കുമെന്നും ഇദ്ദേഹം രക്ഷിക്കപ്പെടുമെന്നും ഇദ്ദേഹം സ്വർഗത്തിലോട്ട് പോകും, പക്ഷേ ശുദ്ധീകരണ സ്ഥലം വഴിയായിരിക്കും. അതും ഇദ്ദേഹത്തിന് വേണ്ടി അർപ്പിക്കപ്പെടുന്ന ആദ്യത്തെ പരിശുദ്ധ കുർബാനയിൽ, ആദ്യത്തെ ദിവ്യബലിയിൽ ഇദ്ദേഹം സ്വർഗത്തിലോട്ട് കയറി പോകുമെന്ന് ഇദ്ദേഹത്തിന് വിഷൻ കിട്ടി. അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ബലി ഉണ്ടാവുമല്ലോ, മരിച്ചവർക്ക് വേണ്ടി അർപ്പിക്കുന്ന ആദ്യത്തെ ബലി, അത് സ്വാഭാവികമായിട്ട് തൊട്ടടുത്ത ദിവസമാണ് ഉണ്ടാവുക. ആ ഒരൊറ്റ കുർബാന മതി ഈ വിശുദ്ധി ജീവിച്ച ഈ സന്യസ്തനായിട്ടുള്ള ഈ വ്യക്തി സ്വർഗത്തിലോട്ട് കയറി പോകുമെന്ന് ദർശനം ഇദ്ദേഹത്തിന് കിട്ടി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഓടിപ്പോയി ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട്, സന്യസ്തനായിട്ടുള്ള തൻ്റെ സുഹൃത്തിനോട് പറയുകയാണ്, നീ എനിക്ക് വേണ്ടി ദിവ്യബലി അർപ്പിക്കുന്നത് ലേറ്റാക്കരുത്, ദൈവം എനിക്ക് കാണിച്ച് തന്നിട്ടുണ്ട്, ഒരൊറ്റ കുർബാന മതി എനിക്ക് സ്വർഗത്തോട് കയറി പോകാൻ. അപ്പോൾ ഇതിനപ്പുറത്തും സന്തോഷം എന്ത് വേണം? അങ്ങനെ ഇദ്ദേഹം റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ തൊട്ടടുത്ത ദിവസം രാവിലെ ഈ വ്യക്തി മരിച്ചു. തൻ്റെ സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് ഇദ്ദേഹവും ഈ വൈദികൻ്റെ സുഹൃത്തുക്കളെല്ലാം വളരെ ഉടനെ പെട്ടെന്ന് തന്നെ ഈ മരിച്ച ആത്മാവിന് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിച്ചു. അങ്ങനെ ഇവരെ പരിശുദ്ധ കുർബാനയ്ക്ക് അർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വളരെ പ്രകാശം നിറഞ്ഞ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈ ദിവ്യബലി അർപ്പിച്ച വൈദികനോട് വന്ന് പറയുമ്പോൾ വളരെ വേദനയോടുകൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദര, എന്തുകൊണ്ട് ഇത്രയും ലേറ്റ് ആക്കി പരിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ? അപ്പം ഈ കുർബാന അർപ്പിച്ച വൈദികൻ മറുപടി കൊടുത്തു, എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഞാൻ ലേറ്റാക്കിയെന്നോ? അപ്പം ഈ വന്ന ആത്മാവ് പറയുന്നത്, 1 വർഷത്തോളം നീ ലേറ്റാക്കി എന്നാണ് പറയണത്. നീ 1 വർഷമെടുത്തു എനിക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് മാസ് നീ അർപ്പിക്കുവാൻ എന്ന്. അപ്പോൾ ഈ വൈദികൻ പറയാണ്, ഒരിക്കലുമില്ല, 15 മിനിറ്റ് പോലും തികച്ച് ഞാൻ എടുത്തിട്ടില്ല. നീ അങ്ങ് മരിച്ച് 15 മിനിറ്റിനുള്ളിൽ ഞാൻ ആദ്യത്തെ ദിവ്യബലി അർപ്പിച്ചു. അപ്പോൾ ഈ ആത്മാവ് പറയുകയാണ്, എൻ്റെ ദൈവമേ, ആ സഹനത്തിനിടയിൽ, ശുദ്ധീകരണ സ്ഥലത്തിലെ സഹനത്തിനിടയിൽ ആ 15 മിനിറ്റ് അനുഭവപ്പെട്ടത് 1 വർഷത്തിന് തുല്യമായിട്ടാണ്. എന്നിട്ട് ഈ ആത്മാവ് ഈ സഹോദരനായിട്ടുള്ള വൈദികനോട് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ദൈവത്തെ സേവിക്കുക, യഥാർത്ഥമായ വിശ്വസ്തയോടുകൂടെ ദൈവത്തെ സേവിക്കുക. ഈ പീഡനം, ഞാൻ അനുഭവിച്ച ആ ശുദ്ധീകരണ സ്ഥലത്തെ പീഡനമുണ്ടല്ലോ, ആ പീഡനം നീ അവോയ്ഡ് ചെയ്യണം. അത്രമാത്രം അസഹനീയമാണ് അവിടെ. ഇതാ ഞാൻ സ്വർഗത്തിലോട്ട് പോകുന്നു, താമസിയാതെ നീയും എന്നോടൊപ്പം ജോയിൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഈ ആത്മാ പോവുകയാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ ദൈവത്തിൻ്റെ, നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. നമ്മൾ അതായത് നമ്മളിപ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ആരാധിക്കുന്നതിൽ പോലും നമ്മൾ വീഴ്ച വരുത്തുന്നതിൽ നമ്മൾ ശുദ്ധീകരണത്തിൽ കിടക്കേണ്ടി വരും എന്നുള്ളതാണ്. അതായത് ഏറ്റവും വലിയ വർഷിപ്പ് പരിശുദ്ധ കുർബാനയാണ്. ആ പരിശുദ്ധ കുർബാനയിൽ പല വിചാരത്തോടെ, ബോധപൂർവ്വം പല വിചാരത്തോടെ നമ്മൾ നിൽക്കുന്നു. അച്ഛൻ പ്രസംഗിക്കുന്ന സമയത്ത് പള്ളിയിൽ നമ്മൾ എഴുന്നേറ്റ് പോകുന്നു, പുറത്തു പോയിരിക്കുന്നു, ഫോൺ നോക്കിയിരിക്കുന്നു, പള്ളിയുടെ സ്റ്റെപ്പിൽ പോയിരുന്നിട്ട്. എന്നിട്ട് അച്ഛൻ പ്രസംഗിച്ച് കഴിഞ്ഞാൽ പള്ളിയിലോട്ട് നമ്മൾ കയറുന്നു. അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയത്ത് ഫോൺ വരുന്നു, നമ്മൾ പുറത്തു പോയിട്ട് ഫോണിൽ സംസാരിക്കുന്നു, പള്ളിയിൽ തന്നെ നമ്മൾ സംസാരിക്കുന്നു. പരിശുദ്ധ കുർബാന വളരെ സ്പീഡിൽ അർപ്പിച്ചു തീർക്കുന്ന വൈദികർ, അതിനൊക്കെ വളരെ 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 വിലയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. അവർ കൊടുക്കേണ്ടി വരുന്നു വളരെ പെട്ടെന്ന്. അവർക്ക് പെട്ടെന്ന് എവിടെ പോകാനുണ്ട്, അങ്ങനെ പെട്ടെന്ന് അർപ്പിക്കുന്നു. അതുപോലെ ചില സമയത്ത് കുർബാന ഇന്ന ആത്മാവിന് വേണ്ടി അർപ്പിക്കണം അച്ഛാ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന കുർബാനകൾ അവർ നെഗ്ലക്റ്റ് ചെയ്യുന്നു, ഇപ്പം വേണ്ട എന്ന് പറയുന്നു. ഇതിനെല്ലാം വളരെ 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 വലിയ വിലയാണ് ഇവിടെ പ്രത്യേകിച്ച് സന്യസ്തര വൈദികർ ഇവിടെ കൊടുക്കുന്നതായിട്ട് കാണുന്നത്. മറ്റൊരു സംഭവിക്കുന്നത് ഫ്രാൻസിസ് അസീസിയുടെ സന്യാസ സഭയിൽ സംഭവിച്ച ഒരു സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഒരു വൈദികൻ, വളരെ വിശുദ്ധി ജീവിച്ചിരുന്നൊരു വൈദികൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിശുദ്ധി കണ്ടിട്ട് കൂട്ടത്തിലുള്ള അച്ഛന്മാർ തന്നെ ഇദ്ദേഹത്തെ വിളിക്കുന്നത് ആഞ്ചലിക്കസ് എന്നാണ്. അതായത് അത്രമാത്രം വിശുദ്ധി ജീവിച്ചിരുന്നൊരു പുണ്യാത്മാവാണ്. അപ്പോൾ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ, ഇത് പാരീസിലാണ് സംഭവിച്ചത്. ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ 3 കുർബാന കുറഞ്ഞത് മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി അർപ്പിക്കണമെന്നാണ് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനൽ നിയമം. അങ്ങനെ 3 കുർബാനയെങ്കിലും അർപ്പിക്കണം. അപ്പോൾ ഇത് അർപ്പിക്കേണ്ടിയിരുന്നത് മറ്റൊരു വൈദികനാണ്. അപ്പോൾ ആ വൈദികൻ
തിയോളജിയിൽ ഒരു വേദപാരംഗതൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രമാത്രം അറിവൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത്, ഈ മരിച്ച വൈദികൻ്റെ സുഹൃത്തായിട്ടുള്ള വൈദികൻ. പക്ഷേ ഈ വൈദികൻ ഇദ്ദേഹത്തിന് വേണ്ടി അർപ്പിക്കേണ്ടിയിരുന്ന 3 ദിവ്യബലികൾ അർപ്പിച്ചില്ല. കാരണം അത്രമാത്രം വിശുദ്ധി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഇവരെ സംബന്ധിച്ച് ഈ വ്യക്തി ഒരിക്കലും ശുദ്ധീകരണ സ്ഥലത്ത് പോകത്തില്ല, അത്രമാത്രം വിശുദ്ധി ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ആഞ്ചലിക്കസ് എന്ന പേര് പോലും അവർ വിളിക്കുന്നത്. അങ്ങനെ 3 ദിവ്യബലി അർപ്പിക്കേണ്ടിയിരുന്നത് അർപ്പിച്ചില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈ വൈദികൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശുദ്ധീകരണാത്മാവ് ഈ തീയിൽ പൊതിഞ്ഞ് ഇങ്ങനെ തീയിൽ കുളിച്ചിരിക്കുന്ന രൂപത്തിൽ ഈ വൈദികനടുക്കൽ വന്ന് പറയുകയാണ്, ഡിയർ മാസ്റ്റർ, ഐ ബെഗ് ഓഫ് യു ഹാവ് പിറ്റി ഓൺ മീ. എന്നോട് കരുണയായിരിക്കാൻ ഞാൻ അങ്ങോട്ട് യാചിക്കുന്നു. ഉടനെ ഈ വൈദികൻ പറഞ്ഞു, വാട്ട് ബ്രദർ ആഞ്ചലിക്കസ്, ഡു യു നീഡ് മൈ അസിസ്റ്റൻസ്? എൻ്റെ സഹോദരൻ ആഞ്ചലിക്കസ്, നിനക്ക് എൻ്റെ സഹായം ആവശ്യമാണെന്നോ? അവർക്ക് വിശ്വസിക്കാനാകുന്നില്ല ഇദ്ദേഹം ശുദ്ധീകരണ സ്ഥലത്താണെന്ന്. ഈ ആത്മാവ് പറയുകയാണ്, അതെ, ഞാൻ ശുദ്ധീകരണ സ്ഥലത്താണ്, പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടാനായിട്ട് ഞാനിതാ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വൈദികൻ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഞാൻ കരുതിയത് അങ്ങ് ഇത്രമാത്രം വിശുദ്ധി ജീവിച്ച വ്യക്തിയായതുകൊണ്ട് അങ്ങ് നേരത്തെ സ്വർഗത്തിൽ എത്തിയിട്ടുണ്ടാവും, നിത്യസമ്മാനം ലഭിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത് എന്ന്. അപ്പോൾ ഈ ആത്മാവ് പറഞ്ഞു, അങ്ങനെയല്ല, ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ വിധിയും അത്രമാത്രം കർക്കശമാണ്. ദൈവത്തിൻ്റെ ആ വിശുദ്ധി നമ്മിലുള്ള ചെറിയ തെറ്റുകൾ പോലും വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു. നമ്മളിലുള്ള ഇംപെർഫെക്ഷൻസ് പോലും ദൈവത്തിനെ ഡിസ്പ്ലീസ് ചെയ്യുന്നു. അതുകൊണ്ട് അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടാതെ ഇവിടെ നിന്ന് പുറത്തു വരാൻ സാധിക്കത്തില്ലെന്ന് പറയുന്നു. ഇത് അടുത്ത മറ്റൊരു അനുഭവമായിട്ട് വരുന്നവരെ നമുക്ക് പ്രാർത്ഥനയോട് അവസാനിപ്പിക്കാം. Ave Maria, gracia plena, Dominus tecum, benedicta in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christe Rey.